ബിസിനസ്സുകാരുടെ ഉദയവും വളർച്ചയും കണ്ട മണ്ണാണ് തൃശ്ശൂര്. 44 വർഷത്തിലേറെയായി ആ മണ്ണിൽ നിന്ന് ഉച്ചത്തിൽ കേൾക്കുന്ന ഒരു പേരുണ്ട്. കേരളത്തിന്റെ ബിസിനസ് ചരിത്രത്തിൽ അടിവേരുറച്ച ഒരു കുടുംബ പേര്, നന്ദിലത്ത് ഫാമിലി. നോക്കൂ, ഈ ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി മലയാളികളെല്ലാം നന്ദിലത്ത് ജിമാർട്ടിലേക്കുള്ള ഒഴുക്കിലാണ്. നമ്മൾ എത്തിയിട്ടുള്ളത് ആ കുടുംബത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാനാണ്. നമ്മോടൊപ്പം ഉള്ളത് ഗോപു നന്ദിലത്താണ്. അപ്പോ ഇനിയും ഒട്ടേറെ വിശേഷങ്ങളുണ്ട്, കൂടുതൽ ആളുകൾ ഇതിൽ ചേരാനുണ്ട്, ഇല്ലേ? മക്കള്, ഭാര്യ, ഒരുപാട് വിശേഷം പറയാനുണ്ട്, ബിസിനസ് വിശേഷങ്ങൾ പറയാനുണ്ട്. നമുക്ക് അതിലേക്കാൾ ഒരു ഓണക്കാലമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഓണക്കാലത്താണ്. എല്ലാ കാലത്തും ഈ നന്ദിലത്തിന് എന്തെങ്കിലും ഒരു വിശേഷം പറയാനുണ്ടല്ലേ? നമ്മൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് പാരമ്പര്യം പേറുന്ന, ഒരുപാട് പേരുകേട്ട ബിസിനസ്സുകാരുള്ള, അത് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു മണ്ണാണ്. ഇപ്പൊ നമുക്കൊരു യൂസഫ് അലി അല്ലെങ്കിൽ കല്യാൺ, ഇപ്പൊ നന്ദിലത്ത് തന്നെ ഇങ്ങനെ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ ഉടനീളം വളർന്നു നിൽക്കുന്നു. എന്താ തൃശ്ശൂരിനൊരു പ്രത്യേകത? ഇത്രയും ബിസിനസ്സുകാരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ എന്തായിരുന്നു ആ ഒരു ഇടത്തിനുള്ള ഒരു പ്രത്യേകത ഉണ്ടോ? അങ്ങനെ ഒരു സീക്രട്ട്? തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം എന്താ പറയുക, കസ്റ്റമർ ലിങ്കുള്ള ഒരു സ്ഥലമാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു മണ്ണാണ്. പഴയ കാലത്തെ ശക്തൻ തമ്പുരാനുള്ള കാലത്ത് തൊട്ട് തന്നെ പറയുകയാണെങ്കിൽ ആ കാലഘട്ടം മുതൽ തൃശ്ശൂരിൻ്റെ മണ്ണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു സാമ്രാജ്യം തന്നെയാണ്. അന്ന് കാലത്തുള്ള പല തലമുറകളായി വന്ന ബിസിനസ്മാൻമാരാണ് ഈ തൃശ്ശൂരിലുള്ളത്. പ്രത്യേകിച്ച് തൃശ്ശൂരിനെ കുറിച്ച് എടുത്തു പറയേണ്ട സംഗതി എന്ന് വെച്ചാൽ തൃശ്ശൂരിലെ എല്ലാവരും വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദ്യം ഇറങ്ങുന്നത് ബിസിനസ്സിലേക്കാണ്. അതൊരു പ്രത്യേകതയാണ് തൃശ്ശൂരിൻ്റെ. എല്ലാ ബിസിനസ്മാൻമാരെ നോക്കിയാൽ കേരളത്തിൽ തന്നെയല്ല, ഇന്ന് ഇന്ത്യയിൽ ഒരുവിധം ബിസിനസ്മാൻമാരിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ബിസിനസ്മാൻമാരുള്ളത് മുഴുവൻ തൃശ്ശൂരിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും. അതിപ്പോൾ ഓരോരോ ബിസിനസ്സുകാരുണ്ടായി അവർ സക്സസ് ആവുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായിരിക്കും അല്ലേ? തീർച്ചയായും. നമ്മൾ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഠിനാധ്വാനം, സത്യസന്ധത, ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല സെലക്ഷൻ, അതുപോലെ തന്നെ വൈഡ് കളക്ഷൻസ്, ഇതെല്ലാം നമ്മൾ ഗോപു നന്ദിലത്ത് ജിമാർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വൈഡായിട്ട് എല്ലാവരും ഭയങ്കരമായ അധ്വാന സ്ഥിതികളാണ്. കാരണം വെച്ചാൽ ബിസിനസ്സിൽ തന്നെയല്ല, ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ തീർക്കണം, അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പാടില്ല. അങ്ങനെയുള്ള ബിസിനസ്മാൻമാർ മാത്രമേ ഉയരാൻ പറ്റുള്ളൂ. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പുറകോട്ട് ചിന്തിക്കരുത് ഒരിക്കലും. നമ്മൾ വെച്ച കാലം മുന്നോട്ട് നിന്നുള്ള പോലെ വെച്ചുകൊണ്ട് മുന്നോട്ട് നേറുകയാണെങ്കിൽ ബിസിനസ്സിൽ വൻ സക്സസ് ആവാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. തീർച്ചയായും. ഇപ്പൊ തൃശ്ശൂരിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂസഫ് അലി അല്ലെങ്കിൽ കല്യാൺ, ഇവരൊക്കെ ആയിട്ട് എങ്ങനെ കണക്ഷൻ ഉണ്ടോ? പിന്നെ എല്ലാവരുമായിട്ട് നല്ല ആത്മബന്ധമാണ്. സെയിം ഫീൽഡ് ആരും ചെയ്യുന്നില്ല. ഇലക്ട്രോണിക്സിൽ ഞാൻ മാത്രമേ മെയിനായിട്ട് ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിലും അത്ര സക്സസ് ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഗോപു നന്ദിലത്ത് ജിമാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 44 വർഷമായിട്ട് ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ഫാമിലിയാണ്. മാത്രമല്ല ഞാനായിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് 1983-84 കാലഘട്ടത്തിൽ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായ കുറുപ്പ് റോഡിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണിത്. ഫസ്റ്റ് ഷോപ്പ് അത് 2000 സ്ക്വയർ ഫീറ്റിൽ ഒരു 10 സ്റ്റാഫായിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. ഇന്നിപ്പോ എത്ര സ്റ്റാഫ്? ഇന്ന് 4000-ൽ പരം സ്റ്റാഫുകളുണ്ട് ഞങ്ങൾക്ക്. 66 ഷോറൂമിൽ എത്തി നിൽക്കുന്നു. 100 ഷോപ്പിന്റെ ജൈവയാത്രയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിലിപ്പോൾ 66ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ 10 ഷോറൂം കൂടി ഇനിയിപ്പോൾ പൈപ്പ് ലൈനിലുണ്ട്, വർക്ക് നടക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലൊരു എവറി 30 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴും ഒരു ഗോപു നന്ദിലത്ത് ജിമാർട്ട് കാണണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും 1, 2, 3 ഷോറൂംസായി എ ക്ലാസ് ടൗണിലും ബി ക്ലാസ് ടൗണിലും സി ക്ലാസ് ടൗണുകളിലും ഗോപു നന്ദിലത്ത് ജിമാർട്ടിൻ്റെ ഷോറൂംസ് ഉണ്ട്. എന്തായാലും നമുക്കൊരു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം നമുക്ക് കേരളത്തിൽ കാഴ്ചവെക്കണം. അങ്ങനെയാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ട് 2004-2005 കാലഘട്ടത്തിൽ നന്ദിലത്ത് ജിമാർട്ട് എന്ന സ്ഥാപനം നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നന്ദിലത്ത് ജിമാർട്ട് എന്ന സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോൾ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായ നമ്മുടെ പൂങ്കുന്നത്ത്, തൃശ്ശൂരിൽ നിന്ന് മാറി 5-6 കിലോമീറ്റർ മാറിയൊരു സ്ഥലമാണ് പൂങ്കുന്നം എന്ന് പറയുന്ന സ്ഥലം. ആ ഏരിയയിൽ നമ്മളൊരു ബിസിനസ് ചാലഞ്ച് ചെയ്ത് തുടങ്ങാമെന്ന് പറയുമ്പോൾ അത് വളരെ ടഫാണ് ശരിക്കും പറയുകയാണെങ്കിൽ. റിസ്ക്കാണ് ഞാൻ എടുത്ത് ചെയ്തത്. അന്നൊക്കെ തൃശ്ശൂർ ടൗണിലാണ് എല്ലാ ബിസിനസ്സും നടക്കുക. കംപ്ലീറ്റ് ടൗൺ ഏരിയയിൽ മാത്രമാണ് ഈ ബിസിനസ് നടക്കുക. അപ്പോൾ അന്ന് ഈ ബിസിനസ് നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിക്കും ടൗണിലാണ് ബിസിനസ് നടക്കുകയുള്ളൂ, ടൗണിൽ മാറി കഴിഞ്ഞാൽ ബിസിനസ് കിട്ടില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്.
അപ്പം ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് സിറ്റിയിൽ നിന്ന് മാറി ഒരു ഷോറൂം ഇട്ടുകൂടാ. അങ്ങനെയാണ് ഗോപുനാഥ് ജിമാർട്ട് ആദ്യമായി തൃശ്ശൂരിൽ നിന്നും ഔട്ടർ മാറിയിട്ട് തൃശ്ശൂരിൻ്റെ റിംഗ് റോഡായിട്ടുള്ള ഔട്ടർ റോഡായിട്ടുള്ള പൂങ്കുന്നത്ത് ഞാനൊരു പുതിയൊരു ഷോറൂം വൈഡ് കളക്ഷൻ റേഞ്ചിൽ ഒരു അന്താരാഷ്ട്ര വിപണി തന്നെ വെച്ചിട്ട് ഞാനൊരു എന്താ പറയുക ഇൻ്റർനാഷണൽ ബ്രാൻഡുകളെല്ലാം വെച്ചിട്ടൊരു ഷോറൂം ആരംഭിച്ചു. അത് വൻ സക്സസ് ആയി ജിമാർട്ട്. അത് ഒരു ആഗസ്റ്റ് 12 2005 കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. പക്ഷെ അവിടെ നിന്നുള്ള ടേണിംഗ് പോയിൻ്റാണ് ജിമാർട്ടിൻ്റെ വളർച്ച. കാരണം ജിമാർട്ട് അതിന് ശേഷം വളർന്ന് അതേ ഇയറിൽ തന്നെ 2005 തന്നെ 2004 ലാസ്റ്റ് ഇതോടുകൂടി ഇവിടെ തുടങ്ങിയത് ആഗസ്റ്റിലാണെങ്കിലും ഡിസംബറോടുകൂടി ഞാൻ കോഴിക്കോട് മാവൂർ റോഡിൽ 2ാമത്തെ ഷോറൂം ജിമാർട്ട് തുടങ്ങി. അതും വൻ സക്സസ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയൊരു ടേണിംഗ് പോയിന്റ് മറ്റുള്ള ജില്ലകളിൽ നമ്മൾ ചെന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ് വളരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ തൃശ്ശൂർ മാത്രം നിൽക്കുന്ന ഒരു സ്ഥാപനമല്ല, നമ്മൾ വളരണം, നമുക്ക് മുന്നേറണമെന്നത്. പിന്നീട് ഞാൻ അതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ കണ്ണൂർ താഴ്ചവ. അപ്പൊ ഈ കണ്ണൂരിലെ ഷോറൂം തുടങ്ങി തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ തുടങ്ങി. അതെ 2007-2008 കാലഘട്ടത്തിലേക്ക് കണ്ണൂർ തുടങ്ങി. കണ്ണൂർ ഒരു അന്താരാഷ്ട്ര വിപണി തന്നെയാണ് തുടങ്ങിയത്. വെച്ചാൽ 30,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ബിഗ് കളക്ഷൻ, ബിഗ് റേഞ്ചിൽ സിംഗിൾ ഫ്ലോറിൽ നമ്മൾ തുടങ്ങിയ ഷോറൂം. അത് വൻ സക്സസ് ആയി എനിക്ക് കണ്ണൂരിൽ ജനങ്ങൾ നമ്മുടെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. കണ്ണൂരിൽ മാത്രമല്ല, കണ്ണൂരിൽ എന്താ വെച്ചാൽ ബിസിനസ്സിൻ്റെ സാമ്രാജ്യം തന്നെ ആക്കി എടുത്തു ഞാൻ കണ്ണൂർ. അങ്ങനെ കണ്ണൂരിൻ്റെ വളർച്ചയ്ക്ക് ശേഷം ഞാൻ പിന്നീട് എടുത്തത് ട്രിവാൻഡ്രം കരമന. അവിടെയും അത് തന്നെ 25,000 സ്ക്വയർ ഫീറ്റ് ഏരിയ 2 ഫ്ലോറായിട്ട് അവിടെയും ചെയ്തു. അതും വൻ സക്സസ് ആയി. പിന്നീട് എല്ലാ ജില്ലകളിലും നമ്മൾക്ക് ഷോറൂം തുടങ്ങി. അങ്ങനെയാണ് ഗോപുനന്ദ് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും എന്നുള്ളൊരു മുദ്ര വരാൻ കാരണം. അങ്ങനെ ഞങ്ങളുടെ ടാഗ് ലൈൻ അങ്ങനെ ആക്കി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഷോറൂംസ് തുടങ്ങി. ഇന്ന് ഞങ്ങൾ 66ാമത്തെ ഷോറൂം കഴിഞ്ഞ ദിവസം ചെറായിൽ ഓപ്പൺ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ അടൂർ 2nd ഷോറൂം തുടങ്ങാൻ പോവാണ്, അടൂർ ബൈപ്പാസിൽ. അപ്പോൾ ഇങ്ങനെ എല്ലാ ജില്ലകളിലും ഗോപുനന്ദ് ജിമാർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവറി 30 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ജിമാർട്ട് കാണണം. അതാണ് ഗോപു ജിമാർട്ടിൻ്റെ അടുത്ത ലക്ഷ്യം. ഇപ്പോൾ ഏകദേശം 30 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഒരു ഷോറൂം ഉണ്ട്. അതുകൊണ്ട് ഗോപുനന്ദ് ജിമാർട്ടിൻ്റെ ടാഗ് ലൈൻ തന്നെ കേരളത്തിൽ എല്ലായിടത്തും. അതാണ് ഗോപുനന്ദ് ജിമാർട്ടിൻ്റെ ടാഗ് ലൈൻ. ഇപ്പം നന്ദിലത്ത് ജിമാർട്ടിന് ഒരു ബ്രാൻഡ് അംബാസിഡർ ഇല്ല. അത് നിങ്ങളെടുത്ത ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും പിന്നിൽ ഞങ്ങൾ ഈ ബ്രാൻഡ് അംബാസിഡർ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു ബ്രാൻഡ് അംബാസിഡറാണ്. ഗോപുനന്ദ് ജിമാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് അംബാസിഡർ ഗോപു നമ്മൾ മതി. അത് മാത്രമല്ല, ഈ ബ്രാൻഡ് അംബാസിഡർ എടുക്കുമ്പോൾ അവർക്ക് 5 കോടി 10 കോടിയൊക്കെ നമ്മൾ കൊടുക്കണം. പക്ഷെ അതിനൊരു ഗുണവും കിട്ടില്ലേ? അല്ല, ആ 10 കോടി കൊടുക്കണേ, കാരണം ആ 10 കോടി ഉറുപ്പിക നമ്മൾ ഉപഭോക്താവിന് ഡിസ്കൗണ്ട് ആയി കൊടുത്തു നോക്കും, നമുക്ക് ബിസിനസ് കൂടും. ഞാൻ ചിന്തിക്കുന്ന പോളിസി എന്താ, എൻ്റെ ഉപഭോക്താക്കൾക്ക് ബ്രാൻഡ് അംബാസിഡർ എടുക്കണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നില്ല, എടുക്കണം. പക്ഷെ ഞാൻ ബ്രാൻഡ് അംബാസിഡർ ഞാൻ തന്നെ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ തന്നെ എൻ്റെ ബ്രാൻഡിലൂടെ ഗോപുനന്ദ് ജിമാർട്ടിലൂടെ തന്നെ ഞങ്ങൾ വില കുറച്ച് കൊടുക്കും ഞങ്ങളുടെ ഉപഭോക്താവ്. അപ്പോൾ ഒരു ബ്രാൻഡ് അംബാസിഡറിന് കൊടുക്കണ 8 കോടിയോ 10 കോടിയോ 5 കോടിയോ എത്രയാണ് കൊടുക്കണേ, അത്രയും എമൗണ്ട് ആ സീസണിൽ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെ വിശ്വസിക്കുന്ന ബ്രാൻഡ് ഏതാണ്? ജിമാർട്ടാണ്. ഗോപുനന്ദ് ജിമാർട്ട് അതൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് എങ്ങനെയാണ് വിശ്വസ്ത? ഈ 44 വർഷമായി നമ്മൾ ഈ ബ്രാൻഡ് ഇത്രയും വളർത്തി കൊണ്ടുവന്ന് ഞങ്ങളുടെ കസ്റ്റമറാണ് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട്. അപ്പം ഞങ്ങളാണ് അതിൻ്റെ ബ്രാൻഡ്. ഞങ്ങളിപ്പോൾ എൻ്റെ മകനായാലും മകളായാലും ഇതിൽ ബിസിനസ്സിലുണ്ട്. അപ്പോൾ അവർ തന്നെ ഒരു ബ്രാൻഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഐശ്വര്യ നന്ദിലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഐശ്വര്യ നന്ദിലത്ത് ഒരു ബ്രാൻഡായി. അവൾ തന്നെ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഓൺലൈനിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എൻ്റെ മകനായാലും മകൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അർജുൻ നന്ദിലത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അവർ തന്നെ ബ്രാൻഡാക്കി കൊണ്ടുവരണം. അപ്പോൾ പലരും ചോദിക്കും ഗോപുനന്ദ് ജിമാർട്ട്, ഇത് വലിയൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് എനിക്ക് ബ്രാൻഡ് അംബാസിഡർ വെക്കേണ്ടതല്ല. പക്ഷേ ഗോപുനന്ദിന് അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനാണ്. അത് ഞാൻ ചോദിക്കാൻ വന്നു. ഇപ്പൊ അടുത്ത് ഒരു സ്വർണ്ണ കിരീടം നൽകിയതൊക്കെ വാർത്തയായി മാറി. അതെ, എന്താ വെച്ചാൽ താൻ പാതി ദൈവം പാതി എന്ന് പറയുമല്ലോ. അപ്പം നമ്മൾ ദൈവവിശ്വാസമാണ്. ഇപ്പം നമ്മുടെ കഴിവുണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം വേണം എല്ലാവർക്കും. നമ്മളെല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ഷോപ്പിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രാത്രിയിൽ ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ അരിവരാസനം പാട്ട് വെച്ചിട്ടേ ക്ലോസ് ചെയ്യുള്ളൂ എന്നും. അത് ഷോപ്പ് അടയ്ക്കണമെങ്കിൽ അരിവരാസനം പാട്ട് കേട്ട് അയ്യപ്പനെ ഉറക്കുന്ന പോലെ എല്ലാ ഷോപ്പിലും നമ്മൾ ചോദിക്കാറ്. 10 മണിക്കോ 9 മണിക്കോ 11 മണിക്കോ അടയ്ക്കുന്നെങ്കിൽ ഷോപ്പിൽ അരിവരാസനം പാട്ട് പാടും. ആ പാട്ട് പാടിയതിന് ശേഷം ഷോറൂം
ക്ലോസ് ചെയ്യാറുള്ളൂ. അതൊരു ഒരു ഒരു കൾച്ചർ പണ്ട് തൊട്ട് ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് തുടങ്ങിയ സമയം തൊട്ട് ഇപ്പോൾ കുറുപ്പുറോളിൽ ഇരിക്കുന്ന കാലഘട്ടം തൊട്ട് അതിങ്ങനെ അരിയോരവാസം പാട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഗുരുവായൂർ ഇപ്പോൾ ഈ കിരീടം കൊടുക്കാനുള്ള കാരണം ഇതുപോലെ തന്നെ ഗുരുവായൂർ ഭക്തനായതുകൊണ്ട് ഗുരുവായൂരപ്പനൊരു വഴിപാടായിട്ട് ഞാൻ കിരീടം കൊടുത്തതാണ്. അതെന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? നടന്നോന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം, ബിസിനസ്സിൽ നമ്മൾ ഗുരുവായൂരപ്പന് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് നമ്മളിപ്പോൾ നമ്മൾ വിളിക്കുന്ന ദൈവം ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അവരൊരു ദൈവമുണ്ട്. ഇപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും ഏത് മതസ്ഥരായാലും അവർക്കൊരു ദൈവമുണ്ട്. ദൈവം ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഏത് മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ അപ്പോൾ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മുടെ അച്ഛനമ്മയും പറഞ്ഞു തരും ഹിന്ദുവിൽ വിശ്വസിച്ചോളൂ. അടുത്ത കൊച്ചു ജനിക്കുകയാണെങ്കിൽ ആ കൊച്ചിനോട് പറയും മുസ്ലിമിൽ വിശ്വസിച്ചോളൂ. അത് പറഞ്ഞപ്പോഴാണ് നേരിട്ട് കണ്ട് പിന്നെ അദ്ദേഹത്തിനും ഇതുപോലെ ഒരു ഉപഹാരം ആനയുടെ ഒരു രൂപമാണ് തോന്നുന്നു. അതിന് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടായി. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. ഈ സമയത്താണ് എനിക്കൊരു ഭാഗ്യം വന്നത്. ഇങ്ങനെ മാർപ്പാപ്പയെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ SNDP ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു വിളിച്ചു. അപ്പോൾ എന്നോട് എൻ്റെ കാലിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയം, എനിക്ക് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. എന്നാലും ഞാൻ ആ ക്ഷണം സ്വീകരിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഇവിടെ ധൈര്യമായിട്ട് പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കാലിലൊക്കെ നീരും കാര്യങ്ങളൊക്കെ, എനിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും രണ്ടും കൽപ്പിച്ച് ഞാനത് എനിക്ക് മാർപ്പാപ്പയെ കാണാൻ കിട്ടിയ അവസരമാണല്ലോ, നേരിട്ട് പോയി. പക്ഷെ എന്തിനു പറയണു, ഞാൻ കാലിൽ വളരെ സുഖമായി നടന്നു. അവിടെ സ്റ്റെപ്പുകൾ കയറി നടന്നു, എല്ലാം ചേർന്ന് മാർപ്പാപ്പയിലിരുന്ന് ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു. ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഉപഹാരം എനിക്ക് കൊടുക്കാൻ സാധിച്ചു. ഒരു ആന, എലിഫന്റ്. ആ എലിഫന്റ് ഞാൻ അദ്ദേഹത്തിന് അല്ല സ്വർണ്ണ പ്ലേറ്റഡ് ആണ്. അത് പ്ലേറ്റ് കോഡ് അത് നമ്മുടെ പറക്കാട് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാൻ അവരായിട്ട് വലിയ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അവരെ നിന്ന് വാങ്ങിച്ച് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ മാർപ്പാപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് അതിന് വലിയ ബിസിനസ്സായി. അതിന് ശേഷം എനിക്ക് ഭയങ്കര ബിസിനസ്സായി. കുറേ ആൾക്കാർ വരുന്നു. അതിനുശേഷം ഞാൻ അത് കൊണ്ടു കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ തൊടാൻ നമുക്ക് ആർക്കും പാടില്ല. പക്ഷെ ഞാൻ കയ്യിൽ എന്താ പറയുക സ്വീകരിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, അത് സ്വീകരിച്ചു. പിന്നെ അതിൻ്റെ കൈ പിടിച്ചത് എനിക്ക് മൊത്തം വയ്ക്കാൻ സാധിച്ചു. നമ്മളെ കുടുംബവിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. അപ്പൊ അതിനിടയ്ക്ക് ഇതേ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഐശ്വര്യ, ഓണക്കാലം ആയതുകൊണ്ട് ഓടി നടക്കുകയായിരിക്കും അല്ലേ? അതെ, ഓണത്തിരക്കായി. എല്ലാ സമയത്തും ബിസിനസ് നടക്കുന്നുണ്ടെങ്കിലും ഓണം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയ ഒരു ടൈമാണല്ലോ അല്ലേ? അപ്പൊ നന്ദിലത്തിനെ സംബന്ധിച്ച് എങ്ങനെയാ ഓണക്കാലം? ഓണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും മേജർ പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്ന ഒരു കാലമാണ്. പക്ഷെ ഇന്നത്തെ ട്രെൻഡൊക്കെ കുറേയൊക്കെ മാറി. കാരണം ഓൾറെഡി എല്ലാവരും ഇന്ന സീസൺ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ജിമാർട്ടിൽ എപ്പോഴും നമ്മൾ പറയാറുള്ളത് 365 ദിവസവും ഓഫറാണെന്ന്. പക്ഷെ ഓണം ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യലാണ്. കാരണം എല്ലായിടത്തും സന്തോഷവും സമാധാനവും എന്നുള്ള ഒരു സംഭവം നമുക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്താ പറയാ പ്രൊമോഷൻസ് ആയാലും ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഓഫേഴ്സ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഓണം സമയത്താണ്. അപ്പൊ കസ്റ്റമർക്ക് കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന സമയവും അതാണ്. ഞങ്ങൾക്ക് കൂടുതൽ എന്താ പറയാ ബഹളമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്നാലും കുറച്ചുകൂടി വിശേഷം പറയാം. ഞാൻ വന്ന സമയത്ത് തന്നെ മുറ്റത്ത് തെരഞ്ഞത് ആനകളെയാണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം പ്രിയപ്പെട്ട ആണ് ആനകളെന്ന് നമുക്കറിയാം. അപ്പോൾ പൂരത്തിന്റെ സമയത്തൊക്കെ ഈ മുറ്റത്ത് വന്ന് ആ ആനകളുടെ വിശേഷം അറിയാതെ പോവാറില്ല. കേരളത്തിൽ മീഡിയ എല്ലാം ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്പൊ ആനകൾ ഇപ്പൊ എവിടെയുള്ളത്? ഇപ്പൊ ഞങ്ങളുടെ ഫാം ഹൗസ് ഉണ്ട്. ആ ഫാം ഹൗസ് കൊണ്ടുവന്നൂർ ഞങ്ങളുടെ ആന ഫാം ഉണ്ട്. അവിടെയാണ് ആനകളെല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ 3 ആനകളാണ് ഉള്ളത്. ഏറ്റവും വലിയ ആനയെ ഗോപാലകൃഷ്ണൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആനയാണ്. ഏറ്റവും കേരളത്തിലെ 2ാം സ്ഥാനം 3ാം സ്ഥാനം തലയെടുപ്പിൽ നിൽക്കുന്ന ഒരു ആനയാണ്. ഭംഗിയുള്ള ഒരു ആനയാണ്. 34 വയസ്സുള്ള പ്രായമുള്ള ഒരു ആനയാണ്. ഏറ്റവും നല്ല ആനയാണ്. ഇപ്പൊ ചികിത്സയുടെ സമയം ഇപ്പൊ അതിന് മതപ്പാടുള്ള സമയമാണ്. മതപ്പാടിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ആനകളൊക്കെ. പിന്നെ അതേപോലെ തന്നെ 2ാമത്തെ ആനയാണ് ഗോവിന്ദകണ്ണൻ. അതും നല്ലൊരു ആന, നാടൻ ആനയാണ്. പിന്നെ ഗോപികണ്ണൻ. ഇപ്പൊ 3 ആനകളാണ് നമുക്കുള്ളത്. എല്ലാം ഫാമിലുണ്ട്. കൂടാതെ അവിടെ ആനയും പശുവും മറ്റുള്ള വലിയൊരു ഫാമായിട്ട് നടത്തുന്നു. കംപ്ലീറ്റ് ഡയറി ഫാം കാര്യങ്ങളൊക്കെ. ഡെയിലി ഒരു 800 ലിറ്റർ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം അത് നടത്തുന്നു. പിന്നെ ആനയോടുള്ള ക്രൈസ് കൊണ്ടാണ് ഇപ്പം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അറിയാം. ഞങ്ങളുടെ വീട്ടിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആനയുണ്ട്. ആനയുടെ സിമ്പിളാണ്. എവിടെ നോക്കിയാലും ചെറിയ ചെറിയ ആനകൾ കാണാൻ പറ്റും. ഏത് ടേബിളിൽ ഇരിക്കാലും എവിടെയെങ്കിലും ഒരു ആനയുടെ എംബ്ലം എന്തെങ്കിലും കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇതാണ് ആനയോട്. പിന്നെ മോള് ജനിച്ച കാലം തൊട്ട് ആനയുള്ളതാണ് എനിക്ക്. മോനും മോളും ജനിച്ച കാലം തൊട്ട് ആനയുള്ളതാണ്. ഇപ്പോൾ 34 വർഷമായിട്ട് നമ്മൾ ആനയെ പരിപാലിക്കുന്നു. നല്ല രീതിയിൽ പരിപാലിക്കുന്നു. സാധാരണ രീതിയല്ല. ആനയുടെ വരുമാനമല്ല നമ്മൾ നോക്കുന്നത്, കൂടുതൽ ചിലവാണ് ആനയ്ക്ക്.
ഈ പെറ്റുകളെ കുറിച്ച്, പെറ്റുകളുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, അതിനെ ഓമനിച്ച് വളർത്തി അങ്ങനെ. ഇവിടെ പെറ്റ് ഐശ്വര്യക്ക് ഇപ്പൊ പെറ്റെന്ന് പറയാൻ ഒരു ആന തന്നെ ഉണ്ട്. അല്ല, നിങ്ങൾ വിശ്വസിക്കില്ല, ഇപ്പൊ ഈ ഇരിക്കുന്ന വീട് ഞങ്ങൾ ഇതിന്റെ മുമ്പ് ഞങ്ങൾ താമസിച്ച ഞങ്ങളുടെ ഇതിനോട് ചേർന്നൊരു വീട് നിങ്ങൾ കയറി വരുമ്പോൾ കാണില്ല, അതായിരുന്നു ഞങ്ങൾ പണ്ടത്തെ വീട്. അപ്പോൾ അവിടെ അനിയൻ ജനിച്ചപ്പോൾ തൊട്ട് ആ വീട്ടിലായിരുന്നു നമ്മള്. അപ്പോൾ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ആനകളായിരുന്നു. ഒരു 7 എത്ര 11 യു വോണ്ട് ബിലീവ് ഇവിടെ ആനകളായിരുന്നു. നടന്ന് പോകുമ്പോൾ ഇതിപ്പോ ആൾക്കാർ കേൾക്കുമ്പോൾ നമ്മൾ എക്സാജറേറ്റ് ചെയ്യാൻ ചെയ്യും, പക്ഷെ അല്ല, ഈ അയൽവാസികളൊക്കെ പറയും ഇത്രയും ആനകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ ഗുരുവായൂർക്ക് അന്ന് അച്ഛൻ നടയിരുത്തുമായിരുന്നു ആനേനെയൊക്കെ. ഓരോരോ കാര്യങ്ങളൊക്കെ അച്ഛന്റെ പിറന്നാളുകൾക്കാണല്ലേ കൂടുതൽ നമ്മൾ കൊടുക്കാറ്. അപ്പൊ ആ സമയത്തൊക്കെ ഉള്ള ആനകൾ ഇവിടെ വരും. അപ്പൊ ഇവർ ആനേനെ ഇവിടെ കിടത്തി കുളിപ്പിക്കും. ഈ വീട് നിൽക്കുന്ന സ്ഥലമൊക്കെ ആനയുടെ ആയിരുന്നു. ഇപ്പോഴുള്ള ഈ 3 ആനകളുമായിട്ടുള്ള ഒരു കണക്ഷൻ പറയാമോ? ശരിക്കും പറഞ്ഞാൽ കൂടുതലുണ്ടായിരുന്നു ഞങ്ങൾക്ക് പണ്ടൊരു ആന ഉണ്ടായിരുന്നു, നന്ദിലത്ത് അർജുനൻ എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും പോയി നമുക്ക് എന്താ പറയാ, ആനയെ പേടിയില്ലാത്ത ഒരു ജീവിയാണെന്ന് ചിലപ്പോൾ നമുക്ക് ആനയെ കാണുമ്പോഴേ തോന്നുക. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും പോയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. ആനയുടെ കൊമ്പ് പിടിച്ചാലും അല്ലെങ്കിൽ പാപ്പാൻ വേണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ആനകളും അങ്ങനെയാന്ന് വിചാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അല്ല, ഇപ്പൊ ചെറിയ കുറുമ്പുകളൊക്കെ ഉള്ള ആനകളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ബാക്കി 3 ആനകളിൽ ഗോപാലകൃഷ്ണൻ തന്നെയാണ് നമ്മുടെ ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുക. ഈ പറഞ്ഞ പോലെ ഒരു ഫാൻ പേജ്, അച്ഛൻ പറഞ്ഞ പോലെ ഫാൻ പേജ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പൊ എവിടെയെങ്കിലും പുള്ളി ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊക്കെ ടാഗ് വരും. പിന്നെ ബുക്കിങ്ങിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മെസ്സേജസ് വരും. ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് വരാറുണ്ട്, ആനേനൊന്നും കിട്ടുമോ നിങ്ങളുടെ ആനയല്ലേ എന്നൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെ ദേശക്കാരുടെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ പല ദേശക്കാരുടെ ഒക്കെ ആയിട്ടുള്ള ഉത്സവം വരുമ്പോൾ ആനേനെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പോലും അത്ര ഫോളോവേഴ്സ് ഇല്ല ആനക്കുണ്ടെന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളിലേക്ക് കൈമാറി ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്, ചിലർ അങ്ങനെയുണ്ട്. പക്ഷെ സാറിനെ സംബന്ധിച്ച് ഞാൻ വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഓഫീസിൽ പോകാറുണ്ടോ എന്ന് വെച്ചപ്പോൾ എല്ലാ ദിവസവും പോവും, കൃത്യം രാവിലെ എത്തും, വൈകിട്ട് തിരിച്ചു വരും. അപ്പൊ ഏതെങ്കിലും ഘട്ടത്തിൽ മതി ഇനി വയ്യ കുറെ ആയില്ല, ആ ഫീൽ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഞാൻ പറയായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അച്ഛനോട് ഇടയ്ക്ക് പറയും, അച്ഛൻ റെസ്റ്റ് ചെയ്യുന്നു പറയും. ഇപ്പൊ ഓണം ടൈം ആയപ്പോ അച്ഛൻ യു വോണ്ട് ബിലീവ്, ഇപ്പം വേൾഡ് കപ്പ് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ വന്നു ജെറ്റ് ലാഗ്. ഞാൻ അച്ഛനെ കാണാൻ വന്നു കാലത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, കാലത്ത് ഞാൻ വന്നപ്പോൾ അച്ഛൻ എഴുന്നേറ്റു, ഞങ്ങൾ സംസാരിച്ചു, അപ്ഡേറ്റ്സും കാര്യങ്ങളും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു കുറച്ചേരം ഉറങ്ങട്ടെ. അപ്പൊ ഞാൻ അച്ഛൻ ഉറങ്ങണ്ട, കുറച്ചേരം ഇരിക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞത് ഓർമ്മയുള്ളൂ. ഓരോരുത്തർ കമ്പനി ബ്രാൻഡ്സിന്റെ ആൾക്കാരൊക്കെ ഓണത്തിന്റെ ടൈപ്പ് ആവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. യൂഷ്വലി വീട്ടിലേക്ക് വരാറില്ല, പക്ഷെ ടൈം ഡ്യൂറേഷൻ വളരെ കുറഞ്ഞതുകൊണ്ട് ജൂലൈ ആയി, ഓഗസ്റ്റിൽ സമയമില്ല. അപ്പൊ എല്ലാവരും വന്നപ്പോ ഞാൻ പിന്നെ അമ്മേനെ വിളിക്കുമ്പോൾ അറിയണത് അച്ഛൻ ഉറങ്ങിയിട്ടേ ഇല്ല അന്നത്തെ ദിവസം എന്നാണ്. അപ്പൊ ജെറ്റ് ലാഗ് ഉണ്ടായിട്ടും ആള് ആ ഒരു വർക്കിനോടുള്ള ഒരു എന്താ പറയാ, നമുക്ക് ആ ഒരു ഫയർ ഉണ്ടാവുമല്ലോ ഉള്ളില്, അത് അച്ഛനെ കണ്ടുപഠിക്കണം. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല, അച്ഛന്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ റിട്ടയർമെന്റ് എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ അവരുടെ സ്പേസ് എൻജോയ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛന്റെ സ്പേസ് എൻജോയ് ചെയ്യുന്നത് ബിസിനസ്സിലാണ്. 9 എത്താൻ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ 10 ഒക്കെ ഔട്ട് എത്താനായിട്ട്. അച്ഛൻ പക്ഷെ ഇപ്പൊ എപ്പോ എത്തുന്നോ, പക്ഷെ അച്ഛൻ മേക്ക് ഷുവർ ഓഫീസിൽ നിന്ന് ഇറങ്ങുക ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അച്ഛൻ ഇറങ്ങുണ്ടാവുക. സെൽഫ് ലവ് ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. അല്ല, ഞാൻ എന്താ പറയുന്നത്, അച്ഛൻ്റെ സെൽഫ് ലവ് ഞാൻ എൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത്, എന്നോട് വീട്ടിൽ വൈഫിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞ ബിസിനസ് ഭാര്യ എന്ന് പറഞ്ഞ എൻ്റെ ബിസിനസ്സാണ്. ഞാൻ എപ്പോഴും വീട്ടിൽ പറയും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളൂ. ഭാര്യ കേൾക്കണ്ട, ഭാര്യയോട് പറയാറുണ്ട്, ഞാൻ തീർച്ചയായിട്ടും പറയാറുണ്ട്, മുഖത്ത് പോയി പറയും. കാരണം വേറെ ഒന്നുമല്ല, ഭാര്യയ്ക്ക് അറിയാം എന്താ വെച്ചാൽ ബിസിനസ്സിൽ ഇതിപ്പോൾ നമ്മളിതൊക്കെ ഡെവലപ്പ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നതാണ്. എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്തു? നമുക്ക് തനിയെ ദൈവം തനിയെ കൊണ്ടുവന്ന് തരില്ല, നമ്മൾ അതിന് ഇൻവോൾവായി കാര്യങ്ങൾ ചെയ്യണം, വേണ്ടേ? അപ്പോൾ നമ്മൾ ആ ബിസിനസ്സിൽ ഇൻവോൾവ് ആയുള്ള കാര്യമുള്ളൂ. ഇപ്പോൾ ഓണം സീസൺ ആണെങ്കിലും ഞാൻ അതിൽ 100% ഇൻവോൾവ് ആണ് കാര്യത്തിൽ, ബിസിനസ്സിലായാലും. അപ്പോൾ ഞാൻ കുറച്ച് പിന്നിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാഫുകളും അതുപോലെ പിന്നിലേക്കാവും, മക്കളും പിന്നിലേക്കാവും. അപ്പോൾ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക് ഇവർക്ക് തോന്നും ബിസിനസ് മതിയെന്ന്. അപ്പോൾ എന്തുണ്ടാവും, നമ്മളെ മറ്റുള്ളവർ ഓവർടേക്ക് ചെയ്തിട്ട് പോകും. ഇപ്പോൾ ഇത്രയും കാലം 44 വർഷമായിട്ട് കേരളത്തിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പേര് കേട്ട ഒരു റെപ്യൂട്ടഡ് ഫേം, നമ്പർ 1 ആയുള്ള ഫേം, കൺസ്യൂമർ ഡ്യൂറബിൾസിലെ നമ്പർ 1 ബ്രാൻഡ്. അത് മീൻസ് അതെന്തുകൊണ്ട് ജിമാർട്ട് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്, അത്രയും നമ്മൾ അതിൽ ഇൻവോൾവ് ആണ് ആ കാര്യത്തിൽ. ഓരോ കാര്യത്തിലും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ വെച്ച കാലം മുന്നോട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ എന്ത് കാര്യം ഡിസിഷൻ മേക്ക് ചെയ്ത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം, ഡിസിഷൻ മേക്ക് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവരുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ നിങ്ങൾ എല്ലാവരും കഠിനാധ്വാനം വെച്ചാൽ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അന്നന്ന് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യം ചെയ്യാം. അപ്പോൾ നമ്മളെ പല കോമ്പറ്റീഷനും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പറയല്ല, ഞാൻ ബിസിനസ് ചെയ്ത കാലത്തുള്ള ആ സമയത്ത് പല ഡീലേഴ്സും ഒന്നും ഇല്ല, അവരെല്ലാം ഫെയിലിയർ ആയിപ്പോയി.
എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ 82, 83, 84, 85 കാലഘട്ടത്തിൽ തുടങ്ങിയ ബിസിനസ്സുകാർ ഒരു 90, 95 കാലഘട്ടം ആകുമ്പോഴേക്കും അവരൊക്കെ വൈൻഡപ്പ് ചെയ്ത് എല്ലാം ലോക്ക് ചെയ്ത് പോയി. കാരണം എന്തുകൊണ്ട് അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ അന്ന് കാലത്തുണ്ടായിരുന്ന വലിയ വലിയ ഡീലേഴ്സും അവരും ഔട്ടായി. കാരണം എന്തുകൊണ്ടാണ് സമയാസമയങ്ങളിലുള്ള ചേഞ്ചസ് വരുത്തിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിസിനസ് മാൻ ആവുന്നത് ഞാൻ എവരി 5 years ആകുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് ഞാൻ നോക്കും. അല്ലെങ്കിൽ ഓരോ ഇയർ കഴിയുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താ, നമ്മളിപ്പോൾ ഒരു 100 മീറ്റർ ഓടുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ബാക്കിൽ വരുന്ന ആൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകും. നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കരുത്. മുന്നിലുള്ള ആൾ നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കട്ടെ. നമ്മളൊരിക്കലും ബാക്കിൽ തിരിഞ്ഞ് നോക്കിയിട്ട് അവരെന്താ ചെയ്യുന്നത് ഞാൻ നോക്കില്ല. ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കോമ്പറ്റീഷൻ എന്താണെന്ന് ഞാൻ നോക്കാൻ പോകില്ല. എൻ്റെ സ്റ്റൈൽ, എൻ്റെ രീതി, എൻ്റെ കാര്യത്തിലാണ് ഞാൻ ഡെവലപ്പ് ചെയ്യുള്ളൂ. അങ്ങനെ ഡെവലപ്പ് ജിമാർട്ടിൻ്റെ ഏത് പരസ്യം നോക്കിക്കോളൂ, ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. ഏത് ഷോറൂം ഉണ്ടാക്കിയാലും ഒരു ഇൻറ്റീരിയർ ഡെക്കറേറ്റ് എനിക്കില്ല. ഞാൻ തന്നെ ഇൻറ്റീരിയർ ചെയ്യുള്ളൂ, ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യുള്ളൂ. എനിക്കറിയാം എൻ്റെ സാധനങ്ങൾ എവിടെ വെക്കണം, എന്ത് ചെയ്യണം. എൻ്റെ ഷോറൂമിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നത്, ഷോറൂം എടുക്കുന്നത്, അതേപോലെ ഷോറൂമിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ തന്നെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടേ എടുക്കുകയുള്ളൂ. അതിൻ്റെ ഓപ്പണിങ് വരെ ഞാൻ അത് ഫുള്ളി ഇൻവോൾവ് ആവും. ഓപ്പണിങ് കഴിഞ്ഞാൽ ഇവരെ ഏൽപ്പിച്ചു കൊടുക്കും, മക്കളെ നിങ്ങൾ റൺ ചെയ്യണമെന്ന് പറയും. അപ്പൊ നമ്മൾ ഓണസദ്യയിലേക്ക് കടന്നു. അതെ, തീർച്ചയായും. ഭക്ഷണപ്രിയനാണോ? അങ്ങനെയൊന്നും ഇല്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. ഇപ്പോൾ എന്താ പറയുക, കുറച്ച് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാണ്. ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായി. അതെ അതെ അതെ. ഐശ്വര്യ എങ്ങനെയാ ഫുഡ്? ഞാൻ ഭയങ്കര സ്ട്രെസ് ഈറ്ററാണ്. സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കും. ചിലപ്പോൾ എനിക്ക് 2 എക്സ്ട്രീമാണുള്ളത്. അതേ സമയം തന്നെ ചിലപ്പോൾ എനിക്ക് കഴിക്കാതിരിക്കാനും പറ്റും. സിനിമ കാണാൻ സമയം കിട്ടാറുണ്ടാവും? സിനിമ കാണാൻ പണ്ടൊക്കെ പോയിരുന്നു. ഇപ്പം സമയം വളരെ കുറവാണ്. സമയം കുറവെന്ന് വെച്ചാൽ തിരക്ക് കാരണം കൊണ്ട് വീട്ടിലിരുന്ന് കാണും. ഇഷ്ടപ്പെട്ട ഒരു നടനെ ചോദിച്ചാൽ? ലാലേട്ടൻ. ഞാൻ മമ്മൂക്ക ഫാനാണ്. അതെ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ലാലേട്ടനാണ് കൂടുതൽ. ലാലേട്ടൻ ഫാൻ. അപ്പൊ ഞങ്ങളൊരു ഓണസദ്യ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മലയാളികളും ഇക്കുറി ഓണം നന്ദിലത്ത് ജിമാർട്ടിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ തേടി നന്ദിലത്ത് ജിമാർട്ടിലെത്തി, അത് വാങ്ങി വീട്ടിലെത്തി സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പം പങ്കുചേരൂ. അപ്പൊ അത്രേ നമുക്ക് പറയുള്ളൂ അല്ലേ? നമുക്കിനി സദ്യ ബാക്കി കഴിക്കാം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.